ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. നമ്മൾ വളരേണ്ടത് എങ്ങോട്ടാ? സാധാരണ നമ്മളെല്ലാം വളരുന്നത് മുകളിൽ അപ്വേർഡാണ് നമ്മൾ വളരേണ്ടത്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മൾ അപ്വേർഡ് അല്ല, ആദ്യം വളരേണ്ടത് ഡൗൺവേർഡാണ്. നമ്മൾ താഴേക്കാണ് വളരേണ്ടത്. താഴേക്ക് വളർന്നിട്ട് വേണം മുകളിലേക്ക് വളരാൻ. അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? ഒരു വാക്യം പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ എടുക്കാം. യെശയ്യാ പ്രവചനം 37:31 വന്നേ. ഐശയ്യ 37:31. നിങ്ങൾ ആരും ചിന്തിക്കട്ടെ, എനിക്കൊരു സമയം തന്നിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ നിർത്തും. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചു പോകുകയല്ല എന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 37:31. താഴെ വേരൂന്നി മീതെ ഫലം കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വളരേണ്ടത് എങ്ങോട്ടാണെന്ന് അറിയാമോ? മീതെ ഫലം കൊടുക്കണമെങ്കിൽ ആദ്യം കീഴേക്ക് വളരണം. കീഴെ വളരുന്നതിന് ബൈബിൾ കൊടുക്കുന്ന പേര് റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്നാണ്, അല്ലെ? വേരൂന്നി വളരുക. വേരടിയിലേക്ക് പോയെങ്കിലേ മുകളിലേക്ക് വളർന്നിട്ട്. ചില മരങ്ങൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര പൊക്കമായിരിക്കും, ഒരൊറ്റ കാറ്റത്ത് താഴെ കിടക്കും. കാര്യം എന്നാ? കണ്ട ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെയാണ്, പക്ഷെങ്കിൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞ് ഇവൻ നിലം പതിക്കും. കാര്യം ഇതിന് മുകളിലേക്ക് വളർച്ചയുണ്ട്, പക്ഷെങ്കിൽ അവൻ നന്നായിട്ട് റൂട്ടഡ് അല്ല. ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ വളരുമ്പോൾ, കൾട്ടിവേറ്റ് ഗോഡ്ലിനെസ് എന്ന് പറയുമ്പോൾ, വളർച്ച എന്ന് പറയുമ്പോൾ അപ്വേർഡ് മാത്രമാകരുത്, നമുക്ക് ഡൗൺവേർഡ് ഒരു ഗ്രോത്ത് ഉണ്ടാകണം. ആ ഗ്രോത്തിനെയാണ് റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. കർത്താവിൽ വേരൂന്നി നമ്മൾ എന്ത് ചെയ്യണം? വളരണം. വേരാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. അല്ല, ഒത്തിരി വർഷത്തെ പഴക്കം പാരമ്പര്യം എനിക്കുണ്ട് എന്ന് പറയുന്നതല്ല യഥാർത്ഥ വളർച്ച എന്ന് പറയുന്നത്. എന്റെ റൂട്ട് താഴേക്കുണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? പണ്ടൊരാൾ ചർച്ചില് ഫാൻ കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്തു. അടുത്ത ഞായറാഴ്ച ഫാൻ അവരുപയോഗിച്ചു. ആരാധന കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഫാൻ ഡൊണേറ്റ് ചെയ്തിട്ട് ഫാനിന്റെ മണ്ടയിൽ എൻ്റെ പേര് എഴുതിയില്ലെന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം. ഫാൻ ഡൊണേറ്റ് ചെയ്തിട്ട് ഫാനിന്റെ മണ്ടയിൽ പുള്ളിയുടെ പേരെഴുതിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. പഴയ വിശ്വാസിയാണ്. ഒത്തിരി പൊക്കം ഉണ്ടായിട്ട് ഒരു പ്രയോജനം. ഇവൻ വഴക്കുണ്ടാക്കി. ഉടനെ പാഷ ചിന്തിച്ച് ഇവൻ എങ്ങനെ ആശ്വസിപ്പിക്കും? ഉടനെ അവൻ പറഞ്ഞു, ബ്രദറെ, ഞാൻ പേരെഴുതാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഫാൻ കറങ്ങുമ്പോൾ പേരെഴുതിയാലോ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പേരെഴുതാൻ ഞാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹവും ചിന്തിച്ചു, അത് ശരിയാണല്ലോ, കറങ്ങുന്ന ഫാനിൽ എങ്ങനെ എൻ്റെ പേര് വായിക്കാൻ പറ്റുക എന്ന് തൽക്കാലം ആശ്വസിച്ചു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചിലര് ഒത്തിരി വളർച്ച കൊണ്ടൊരു ചെറിയ കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കും. ചെറിയ കാര്യം മതി. പണ്ട് ചില നാടൻ പട്ടികളെല്ലാം കൂടി ഇങ്ങനെ വഴി നിൽക്കുമ്പോഴേക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുമായിട്ടൊരു കാറ് പോകുന്നു. ആ ജർമ്മൻ ഷെപ്പേർഡ് പട്ടി ഗ്ലാസ്സിൽ കൂടി വെളിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാർ ഇങ്ങനെ പട്ടി പോകും. ഈ നാടൻ പട്ടികളെല്ലാം കൂടി പറയണം, നമ്മളെല്ലാം കൂടി ഇവിടെ നിന്ന് മഴയും വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്, ഇവൻ മാത്രം കാറിൽ പോകുന്നു, നടക്കില്ല പരിപാടി, വാടാ നമുക്ക് ഇവനെ പിടിക്കാമെന്നും പറഞ്ഞ് ഇവന്മാരെല്ലാവരും കൂടി ഈ കാറിന്റെ പുറകെ ഓടി. കാറിന്റെ പുറകെ ഓടി നിൽക്കുന്ന കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ കാറിന്റെ പാട്ടിന് പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഈ പട്ടികളെല്ലാം കൂടി നാടത്ത് വെള്ളം കിട്ടിയാൽ കൊള്ളാന്നുള്ള പരുവത്തിൽ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വരികയാണ്. അപ്പൊ അതൊരു ഇമാജിനേഷൻ പറയുകയാണ്. അപ്പൊ ന്യൂസ് ചാനലുകാരെല്ലാവരും കൂടി വന്നേച്ച് പറഞ്ഞു, നിങ്ങളുടെ ഓട്ടം ഞങ്ങൾ കണ്ട് വളരെ നന്നായിരിക്കും, ഇത്ര സ്പീഡിൽ നിങ്ങൾ ഓടിയല്ലോ, അപ്പോൾ ഈ ഓടുന്നതിന് നിങ്ങൾക്ക് ഒരു അവാർഡുണ്ടോ, അപ്പൊ എന്തിനാണ് ഓടിയെന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഉടനെ അത് ഒരു ആലങ്കാരികമായിട്ട് പറയുന്നത് പട്ടികൾ ചുമ്മാ ഓടിയതാന്ന് പറഞ്ഞു. കാര്യം ഇവനെ കിട്ടില്ലെങ്കിൽ ഇവന്റെ പുറകെ. അപ്പൊ നമ്മള് ചുമ്മാ ഓടുന്ന, ചുമ്മാ പ്രാർത്ഥനയ്ക്ക് പോകുന്ന, ചുമ്മാ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിശ്വാസികൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. പക്ഷെങ്കിൽ നാം ദൈവസന്നിധിയിൽ വരുന്ന ചുമ്മാ വരുന്നതല്ല, ഞാൻ വളരാൻ വരികയാണ്. വളരാൻ താല്പര്യമുള്ളവന് വിശപ്പുണ്ടാകണം. വിശപ്പുള്ളവൻ ദൈവത്തിന്റെ വചനം ഭക്ഷിച്ച് അവൻ വളരാൻ അവൻ സന്നദ്ധനായിരിക്കണം. വളർച്ച ദൈവം തരുന്ന ദാനമാണ്. ആ ദാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുമ്പോൾ കർത്താവിന് നാം നന്ദി പറയാൻ നാം എപ്പോഴും ഒരുങ്ങി ഇരിക്കേണ്ടതാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരാനുള്ളതായ താല്പര്യം നമ്മളിൽ ഉണ്ടാകണം. വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ഇനി എനിക്ക് വളരാൻ പ്രയോജനമാകുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ
ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വളരെ പ്രയോജനമല്ലാത്ത, എന്റെ വളർച്ചയ്ക്ക് തടസ്സമുള്ള ചിലതുണ്ട്. അത് വേഗത്തിൽ ഞാൻ പറയുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരാനും ഓടാനും ഒന്നും നമുക്ക് കഴിയാതിരിക്കുന്നതിന്റെ ഒരു റീസൺ ബൈബിൾ പറയുന്നത് ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 1 വായിച്ചേ. എന്താണ്? വളരാൻ വിശപ്പ് വേണം, വചനം വേണം. എന്നാൽ വളരാതിരിക്കാൻ നമ്മളിൽ വരുന്ന ഒരു സ്വഭാവം ബൈബിൾ രേഖപ്പെടുത്തുന്നു. അതെന്താണ് എന്ന് നമ്മൾ വേഗത്തിൽ നോക്കിയാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം. അപ്പോൾ ഞാൻ സ്ഥിരതയോടെ ഓടുവാൻ എനിക്ക് തടസ്സമായിരിക്കുന്ന, എന്നെ സ്ലോ ഡൗൺ ചെയ്യുന്ന ആ പക്വതയിലേക്ക് എനിക്ക് വരാൻ തടസ്സമാകുന്ന രണ്ട് കാരണങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന് ഭാരം, രണ്ട് പാപം. മനസ്സിലാവുന്നുണ്ടോ? വളർച്ചയ്ക്ക് തടസ്സമായ ഒന്ന് ഭാരം. ഭാരം എന്താ? ഓടുന്നവർക്ക്, എക്സസൈസ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലെ? ശരീരത്തിൽ ഒത്തിരി ഭാരം വെച്ചുകൊണ്ട് നമുക്ക് ഓടാൻ കഴിയത്തില്ല. സ്പോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂട്ടും കോട്ടും എന്നെ പോലെ ടൈ ഒക്കെ ഇട്ട് ഓടാൻ നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും നിൽക്കില്ല. അവർക്ക് അതിൻ്റെതായ ക്രമീകരണങ്ങളുണ്ട്. അല്ലാതെ ഞാൻ സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് പെർഫ്യൂം ഒക്കെ അടിച്ചല്ല ഓടാൻ നിൽക്കുന്നത്. ഓടാൻ നിൽക്കുമ്പോൾ അതിന് പര്യാപ്തമായ ഡ്രസ് കോഡുകളുണ്ട്. സ്പോർട്സ് ഡ്രസ് എന്നും പറഞ്ഞ് അതിനുള്ള കോസ്റ്റ്യൂംസ് ഉണ്ട്. അതിട്ടുകൊണ്ടാണ് ഞാൻ ആ സ്പോർട്സിനെ പരിശീലിപ്പിക്കപ്പെടേണ്ടത്. ഇവിടെ ബൈബിൾ പറയുന്നത്, നിനക്ക് സ്ഥിരതയോടെ ഓടണമെങ്കിൽ, നിനക്ക് വളരണമെങ്കിൽ, നിനക്ക് ഉയരണമെങ്കിൽ, ഗോഡ്ലിനെസ്സിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിനക്കത് സാധ്യമാണ്. പക്ഷെങ്കിൽ അത് സാധ്യമാകാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട്. അതില് പ്രധാനമായ കാരണം പാപമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഒരു റീസൺ എന്താണ്? പാപമാണ്. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ, അങ്ങനെ ഒരു വാക്യമുണ്ട്, വായിച്ചിട്ടുണ്ടോ? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. വിശ്വാസികളോട് പൊതുലേഖനമാണ്, ജനറൽ എപ്പിസ്റ്റലാണ്. അതിനകത്ത് പറയുകയാണ്, എവിടെയാണ് ആ വാക്യം? യോഹന്നാന്റെ ലേഖനം 3:8 വായിച്ച വേഗത്തിൽ. 3:8. അതൊക്കെ അവിടെ പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഒരിക്കൽ പാപം ക്ഷമിച്ച് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ മകനായി തീർന്ന എനിക്ക് ഈ ഐഡന്റിറ്റിയിൽ മകനായി തുടരണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ പിതാവ് ദൈവമായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ, ബൈബിൾ പറയുന്നത് പാപം ചെയ്യാതെ എന്റെ ജീവിതത്തെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന പദവി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതാ പറഞ്ഞത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. അതിന്റെ യഥാർത്ഥ പരിഭാഷ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പിശാചിന്റെ മകനാകുന്നു. The person who continue to sin, അവൻ പിശാചിന്റെ മകനാണ്. യോഹന്നാൻ 8:44 ഒരു വാക്യമുണ്ട്. യോഹന്നാൻ 8:44 വേഗത്തിൽ വായിച്ച 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ ഇവിടെ ബൈബിള് പറയുന്നത്, പാപം ചെയ്യുമ്പോൾ നമ്മുടെ ഫാദർഹുഡ് മാറുന്നു, നമ്മുടെ സൺഷിപ്പ് മാറുന്നു. കണ്ടോ? ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു വന്ന ദൈവത്തിന്റെ പൈതലായി എന്റെ ഐഡന്റിറ്റി, മകൻ എന്ന് പറയുന്ന, മകൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി നിരന്തരമായി പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന്, എന്റെ സൺഷിപ്പ് നഷ്ടപ്പെടുന്നു. രണ്ട്, എന്റെ ഫാദർഹുഡ് നഷ്ടപ്പെടുന്നു. കാരണം എന്നാ? പാപമാണ്. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ആരുടെ മകനാണ്? പിശാചിന്റെ മകനാണ്. അപ്പോൾ ഞാൻ ഗോഡ്ലിനെസ്സിലേക്ക് എന്നെ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുവാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? നമ്മളിൽ വരുന്ന പാപമാണ്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും
സ്ഥിരതയോടെ ഓടണം. എങ്ങനെ ഓടണം? വെളിവില്ലാതെ ഓടരുത്. നമ്മൾ ഓടുമ്പോൾ സ്ഥിരത വേണം. ഓടുന്നതിന് ട്രാക്കുണ്ട്, ആ ട്രാക്കിലൂടെ വേണം നമ്മൾ. ചിലര് വിസിലി കേട്ടാൽ കാണുന്നിടത്തെല്ലാം കിടന്നോടും. അതുകൊണ്ട് ഈ ഫുട്ബോളൊക്കെ മാച്ച് നടക്കുമ്പോൾ അതിലെല്ലാം ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറി ഇല്ലായിരുന്നെങ്കിൽ വർക്കിംഗ് തുടങ്ങുന്ന ഫുട്ബോൾ മാച്ച് അങ്ങ് എഡിൻബർഗ് വരെ പോകും. കാര്യം എന്നാ? ബൗണ്ടറി ഇല്ല. അപ്പൊ എല്ലാ സ്പോർട്സിനും അതിൻ്റെതായ ബൗണ്ടറി ഉണ്ട്. ബൈബിൾ പറയുന്നത് ദൈവ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ അതിനെല്ലാം ഒരു ബൗണ്ടറി ഉണ്ട്. ബൗണ്ടറിക്ക് വെളിയിലേക്ക് ഞാൻ പോകാൻ പാടില്ല. അതിന് നിബന്ധനകളുണ്ട്, നിയമമുണ്ട്, ചിലത് വർജിക്കേണ്ടതുണ്ട്. ബൈബിൾ പറയുന്നു മുറുകെ പറ്റുന്ന പാപമാണ് എന്നെ മുന്നോട്ട് ഓടുവാൻ സഹായിക്കാത്തത്, എനിക്ക് ഓടാൻ കഴിയാത്തത്. What makes me a slow down in my race? That is none other than sin. Because of my sin which make me slow down in my race. ഞാൻ ഓടുമ്പോൾ എന്നെ ഓടാൻ എനിക്ക് പറ്റാതിരിക്കുന്നത് എന്നിലുള്ള ആ പാപമാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. അപ്പൊ പാപം പിശാച് കൊണ്ടുവരുന്നതാണ്. പണ്ട് സ്കൂളിൽ ഒരു കലോത്സവത്തിൽ കുഞ്ഞുങ്ങൾ ഒരു സ്കിറ്റ് കളിക്കണം. സ്കിറ്റ് കളിക്കാൻ വേണ്ടി പോയപ്പോഴേക്ക് അതിനകത്തൊരു പിശാചായിട്ട് ഒരാൾ കളിക്കണം. പിള്ളേരെല്ലാവരോടും ചോദിച്ചിട്ട് ആർക്കും പിശാചാകണ്ട, എല്ലാവർക്കും ദൈവദൂതന്മാരാകണം. പിള്ളേരെല്ലാം കൂടെ ഭയങ്കര കൺഫ്യൂഷനായി. ആർക്കും പിശാചാകാൻ നീ ആകൂടെന്ന് വെച്ചപ്പോൾ നീ ആയിക്കൂടാ, ഞാനാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പലരോടും ചോദിച്ചെങ്കിൽ ആർക്കും പിശാചാകാൻ താല്പര്യം ഇല്ല. അങ്ങനെ പിള്ളേരെല്ലാം കൂടി ടീച്ചേഴ്സിന്റെ കലോത്സവമല്ല, ടീച്ചറിനോട് വന്നിച്ചു ഞങ്ങൾക്ക് സ്കിറ്റ് കളിക്കണം, പക്ഷേ പിശാചാകാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് വെളിയിൽ നിന്നൊരാളെ ഇതിലേക്ക് മത്സരിപ്പിക്കാൻ അനുവാദം തരണം എന്ന് ചോദിച്ചപ്പോൾ ആരെയെ കൊണ്ടുവരാൻ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അപ്പനെ പിശാചാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇവൻ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ സ്കിറ്റ് കളിക്കാനാണ്, അപ്പനൊന്ന് പിശാചായിട്ടൊന്ന് കലോത്സവത്തിൽ ഒരു വേഷം ധരിച്ചു വരാവോ എന്ന് പറഞ്ഞ് അപ്പനെ പറഞ്ഞ് സമ്മതിപ്പിച്ച കലോത്സവത്തിൽ അപ്പനെ ഇവൻ തന്നെ പിശാചിന്റെ പരുവത്തിലേക്ക് പെയിന്റ് അടിച്ചു. ഇങ്ങനെ കൊമ്പൊക്കെ വെച്ച്, കൊമ്പ് മീശയൊക്കെ വെച്ച്, കളറൊക്കെ അടിച്ച് അപ്പനെ ഈ കലോത്സവത്തിൽ പിശാചായിട്ട് മത്സരിക്കാൻ ഇങ്ങനെ ഒരുക്കി. കലോത്സവത്തിന് സ്കൂളിലേക്ക് ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെരുത്ത മഴ, ശക്തമേറിയൊരു മഴ പെയ്യുകയാണ്. മഴ പെയ്തപ്പോഴേക്കും ഉടനെ മാവൻ പറഞ്ഞു, അപ്പ ഭയങ്കര മഴയാണ്, ഈ മഴയത്ത് അപ്പൻ്റെ മോളുള്ള മുഴുവൻ പെയിന്റും ഒഴുകിപ്പോകും, പിന്നെ പിശാചായിട്ട് കലോത്സവത്തിൽ മത്സരിക്കുന്ന ഒരാളെ കിട്ടില്ല, അതുകൊണ്ട് അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നൊരു ചാവിൽ പോയി നനയാതെ നിൽക്കാൻ പറഞ്ഞു. ഉടനെ വണ്ടി അവൻ നിർത്തി. അപ്പൻ പെട്ടെന്നിറങ്ങി ഓടിച്ചെന്ന് ഒന്നിനകത്തേക്ക് കയറിയപ്പോൾ അത് സഭായോഗം നടക്കുകയായിരുന്നു. ഇവനാണ് നല്ല കോലത്തിലുമായിരുന്നു. ഇവൻ പിശാചായിട്ടാണ് നിൽക്കുന്നത്. ഇവൻ ഓടി അകത്തേക്ക് വന്നു. അപ്പൊ ഇവിടെ ബന്ധനം വഴിയും കെട്ടുകളടിയും ആരാധനയെങ്കിലെന്ന് പാടിക്കൊണ്ട് ആ പരുവത്തിലിരിക്കുകയാണ്. ഇത് കേട്ട് പാടി കൈയടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ ഓടി അകത്തേക്ക് വന്നു. ഇവനെ കണ്ടവനെല്ലാം ഇറങ്ങി ഓടി. പാസ്റ്ററടക്കം സങ്കീർത്തനം വായിക്കാനിരുന്നത്, പുള്ളി സങ്കീർത്തനം വായിക്കാൻ വേണ്ടി എല്ലാം തുറന്നു വെച്ചിരിക്കുന്ന പാസ്റ്ററടക്കം സകലരും ഓടി. കാരണം ഇവന്റെ അതേപോലെ ഒരു പിശാചായിട്ട് ഇവനിപ്പോ നിൽക്കുന്നത്. ഒരമ്മിച്ച് മാത്രം അനങ്ങാതെ ഇവിടെ ഇരിപ്പുണ്ട്. ഓടി ഇവൻ ചെന്നപ്പോ അമ്മച്ചി ഇവനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ സഭയിൽ വന്ന് ആരാധിച്ചൊക്കെ പോകുന്നതല്ലാതെ ഞാൻ നിന്റെ പക്ഷക്കാരനാണെന്ന് എനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. എങ്ങനെയാ? ഞാൻ ഇവിടെ വന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ, ഞാൻ നിന്റെ പക്ഷക്കാരനാണെന്ന് എനക്കറിയാം, അതുകൊണ്ട് എന്നെ ആക്രമിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വെടിച്ചില്ലിന് ആരാധനയും ബന്ധനം അഴിയണം എന്നൊക്കെ പറഞ്ഞാലും പിശാചൊന്ന് ഇളകിയാൽ ചിലര് ഇതുവരെ അന്യഭാഷ പറയാത്ത പുള്ളികളൊക്കെ അന്യഭാഷ പറയുന്ന കണ്ടാൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഭൂത വിളക്കുന്ന ആൾക്കാർ വരും. അവർ വന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഭൂത വിളക്കുന്ന സമയത്ത് പാഷ വന്നിട്ട് എടാ ശരിക്കും ആരാധിച്ചോണല്ലേ ഇത് അങ്ങോട്ട് കയറും, അതുകൊണ്ട് ശരിക്കും കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഞങ്ങളിങ്ങനെ അയ്യോ ഇന്നലെ നുണ പറഞ്ഞതും വർഗീസിനെ അടിച്ചതും കല്ലെറിഞ്ഞതും ഉള്ള എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവേ ഇത് ഏറ്റുപറയുന്ന എന്തിനാ? പിശാച് എൻ്റെ അകത്തേക്ക് എവിടെ പോയാലും വേണ്ടിയില്ല, എൻ്റെ അകത്തേക്ക് കയറരുതെന്ന് ഓർത്ത് മുഴുവൻ ശരി ചെറുതും വലുതും എല്ലാം ഓർക്കുന്ന മുഴുവൻ അവിടെ നിന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഏകാഗ്രത കൊണ്ടൊന്നുമല്ല, ഇതെൻ്റെ അകത്തേക്ക് കയറരുത് എന്നാണ് എൻ്റെ ഏക ലക്ഷ്യം. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് പിശാച് ഇളകുമ്പോൾ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാനിരുത്തും. അവസാനം പാസ്റ്റർമാരല്ലേ പറയും, ശരിക്കും കൃപയുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറയും, അല്ലാത്തവർക്ക് പോകാമെന്ന് പറഞ്ഞാൽ പോകാനും പറ്റിയല്ല. പോയാൽ പാസ്റ്റർ എന്നാ അവർക്ക് ഇവര് കൃപ
ഓരോ ഗതികേടെന്ന് ആലോചിക്കണേ. ഇവന് പോകാൻ പറ്റുമോ, പോകാതിരിക്കാതിരിക്കാൻ പറ്റുമോ? വല്ലാത്തൊരു പരുവത്തിൽ ഒരു കൃപയില്ലാത്തവനും നിന്ന് വേർക്കുകയാണ്. കാര്യം ഇവനെങ്ങാനും ഇറങ്ങിപ്പോയാൽ അടുത്ത സഭായോഗത്തിനകത്ത് പാഷ എഴുന്നേറ്റ് പറയും ഇത്രയും നാളായിട്ട് ഇവന് കൃപയില്ലെന്ന് പറയും എന്നോർത്ത് ഇവന്മാരെല്ലാം പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കും. കാര്യം എന്നാണ്? നമ്മുടെ പിശാചിനൊന്നും പേടിയില്ലെന്ന് പറയും, പക്ഷെ 7 മണി കഴിഞ്ഞാൽ വെളിയിലേക്ക് ഇറങ്ങാത്ത പെന്തിക്കോസുകാരുണ്ട്. ചിലരുടെ രാത്രി ഭയങ്കര ഉച്ചത്തിൽ പാട്ട് പാടി, സഭയിൽ ഇരുന്ന് ഒരൊറ്റ പാട്ട് പാടുന്ന പാട്ട് പാടി വർഷിപ്പ് ടീമെല്ലാം പാടി ഊപ്പാട് വന്നാലും ചിലര് പാടിയല്ല. പക്ഷെ രാത്രി 7 മണി കഴിഞ്ഞ് വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ക്ലാസിക്കൽ സോങ് വരെ ഇവൻ പാടും. തുങ്കപ്രതാപമാർന്ന ശ്രീയേശു നായകനെ ഈ പാട്ട് എടുത്താൽ പൊങ്ങാത്ത പാട്ടും പാടിയേക്ക് ഇവൻ നടക്കാരെ അറിയാമോ? ഈ രാത്രി കണ്ട ഇവന് പേടിയാണ്. ആരെങ്കിലും പിശാചി വന്ന് ഇവനെ ആക്രമിക്കാതിരിക്കാൻ ഇവൻ ക്ലാസിക്കൽ. ഞാനും ഒക്കെ പണ്ടത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും രാത്രി പറഞ്ഞോളൂ, അമ്മയോട് പറയും ഈ രാത്രി എവിടെ പോകാനാ, നീ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നാൽ മതി എന്ന് പറയും. നിന്ന് റെഡി 1 2 3. ആ സമയത്തൊക്കെ ഓടി ഓട്ടം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് PT ഉഷ എന്ന് നമ്മുടെ അടുത്ത് പോലും വരികയില്ല. കാരണം അതുപോലത്തെ ഓട്ടം ഓടുന്ന സാധനം മേടിക്കാൻ വേണ്ടി ചെല്ലുക, ഓടുമ്പോൾ പാട്ട് പാടിക്കൊണ്ടാ ഓടുന്നതെന്ന് ഓർക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല. ഞാനും അടുത്ത് എടാ നീ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ അവിടെ ബോധം കെട്ട് വീഴും. പിന്നെ നമ്മൾ എഴുന്നേക്കണമെങ്കിൽ നമുക്ക് ഈ ഞെട്ടല് മാറിയ പറ്റും. അങ്ങനെയൊക്കെ ഓടിയ ഒരു കാലമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും പാസ്റ്റല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഇല്ലായിരുന്നെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ അറിയാം നിങ്ങൾ എത്ര ധൈര്യശാലികളായിരുന്നു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ എനിക്കൊന്ന് നിങ്ങൾ ധൈര്യമുള്ളവരായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെങ്കിൽ സത്യം നിങ്ങൾക്കല്ലേ അറിയാം. എന്തുമായിക്കോട്ടെ, ഞാൻ ഏതായാലും ഈ പാപമെല്ലാം കൂടെ ചുമക്കുകയാണെന്ന് രാത്രി. അതിലെ ക്ലാസ് ഇന്ന് സമാപന രാത്രിയാണല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് പിശാചിനെ പേടി. അപ്പൊ ഈ അമ്മച്ചി പറഞ്ഞു എടാ ഞാൻ ഇവിടെ നിന്ന് കൈയടിച്ചിട്ട് ഇങ്ങനെ പരിവക്കേടിന് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞത് നിനക്കറിയാം നമ്മള് ഒരേ കൂട്ടരാന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ടൈം പാസിന് വന്ന് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും പാപത്തോട് നമുക്ക് പ്രാണത്യാഗത്തോളം സഹിച്ചു നിൽപ്പാൻ നമുക്ക് കഴിയാതെ വരുന്നത് കൊണ്ട് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യാൻ നാം പരാജയപ്പെടുകയാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് എന്നെ വളരുവാൻ തടസ്സപ്പെടുത്തുന്നതാണ്. പാപം എന്നെ പുറകോട്ട് വലിക്കുന്നതാണ്. പാപം എന്നെ ഇന്നലകളിൽ നിന്ന് എന്നെ കീഴ്പ്പെടുത്തുന്നതാണ്. എനിക്ക് നന്നായി ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം പാപമാണ് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാപം നമ്മളെ ഓടുവാൻ സമ്മതിക്കില്ല, പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല, ആരാധിക്കാൻ സമ്മതിക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കൈ കാലുകളൊക്കെ ദൈവകൃപയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ മൊബൈൽ നമ്മൾ ഓണാക്കുമ്പോൾ, നമ്മുടെ ലാപ്ടോപ്പോ ഐപാഡോ ടാബോ ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ കൈ വിരലുകളിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണം. അരുതാത്തത് കാണുവാൻ എനിക്ക് അവകാശമില്ല. പാപം എങ്ങനെയാണ് എന്നെ പ്രവേശിക്കുന്നത് എന്നെനിക്കറിയാത്തത് കൊണ്ട് പലതിൽ നിന്നും നാം വർജനം നമ്മളിൽ ഉണ്ടാക്കേണ്ടതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി യങ്സ്റ്റേഴ്സ് പോണോഗ്രാഫിയിലൊക്കെ അഡിക്റ്റഡ് ആകുന്ന എന്താണെന്ന് അറിയാമോ? പാപം എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് പലതിലും നമ്മുടെ യൗവനക്കാര് അഡിക്റ്റഡ് ആണ്. അഡിക്ഷനിലൂടെ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? എന്റെ വളർച്ച തടസ്സപ്പെടുകയാണ്. അരുതാത്തത് കാണുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അവന്റെ കുടുംബജീവിതം നോക്കാണ്. ജീവിതത്തിൽ പലരും കാണാനുള്ളതായ വ്യഗ്രത അവന്റെ കുടുംബജീവിതത്തെ താറുമാറാക്കുകയാണ്. അവന്റെ ജീവിതത്തെ പരാജയത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവന് നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ കഴിയുന്നില്ല. അവന്റെ ഭാര്യയെ അവന് സ്നേഹിക്കാൻ കഴിയുന്നില്ല. തലമുറകളുമായി സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ അനുദരിതാത്തത് കാണാൻ അവനെ പ്രേരിപ്പിക്കുന്ന പല കാഴ്ചകളും അവന്റെ ആത്മീക ജീവിതത്തെ തകർക്കുകയാണ്. അപ്പോൾ ഈ പോണോഗ്രാഫിയിലൂടെ ലോട്ട് ഓഫ് ജനറേഷൻ അവർ നഷ്ടപ്പെടുകയാണ്. എന്നോടുകൂടെ ഒരു സ്തോത്രം പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എൻ്റെ കൈവിരലുകൾ കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടണം. ഞാൻ എൻ്റെ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, എൻ്റെ ലാപ്ടോപ്പിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, എൻ്റെ രഹസ്യ ജീവിതത്തിൽ, എൻ്റെ പരസ്യ ജീവിതത്തിൽ ഞാൻ അരുതരുതാത്തത് കാണരുത്. എനിക്ക് കേൾക്കേണ്ടാത്തത് കേൾക്കരുത്. എനിക്ക് പ്രവർത്തിക്കേണ്ടാത്തത് പ്രവർത്തിക്കാൻ പാടില്ല. ദൈവകൃപയിൽ ആ ഗോഡ്ലിനെസ്സിലേക്ക് വളർത്തപ്പെടുന്ന ഒരുവൻ പലതിലും വർജനം ആചരിക്കേണ്ടതാണ്. ഇനി എന്നിലൊരു പാപമുണ്ടായാൽ
അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഒരു വ്യവസ്ഥയുണ്ട്. അത് 1 യോഹന്നാൻ 1:7 മുതലുള്ള വേദഭാഗത്തിലുണ്ട്. അത് വായിച്ചിട്ട് തൽക്കാലം നമ്മുടെ ക്ലാസ് അതിന്റെ ഫൈനൽ ഇതിലേക്ക് ഞാൻ വരികയാണ്. വായിച്ച വേഗത്തിൽ 1:7 മുതലുള്ള വേദഭാഗം.